ഇതിപ്പോൾ കൂരിയാടാണ്. പിന്നെ ഇത് ഒന്നായിട്ട് ഈ കെട്ടിപ്പൊന്തിച്ച ഇതൊന്നായിട്ട് പൊളിഞ്ഞടിക്കണേ, തകർന്നിക്കണേ. ഇങ്ങോട്ട് ആരും വരണ്ട, ഞങ്ങളിപ്പോൾ ഇവിടെ പെട്ടുക്കണേ. അതുകൊണ്ട് ഈ ഭാഗത്തേക്ക് ആരും വരരുതേ. ആർക്കും അപകടം ഇല്ലാതാക്കാൻ നിങ്ങൾ ദ്വാരക്കുക, അത്ര ഇപ്പോൾ പറയാനുള്ളൂ. ഈ കൂരിയാട് ഈ കെട്ടിപ്പൊന്തിച്ച് ഒന്നായിട്ട് തകർന്നു വീഴുകയാണ്. ഞങ്ങളിപ്പോൾ അതിൻ്റെ കൂടി പെട്ടി കുത്തിരിക്കുകയാണ്. നമസ്കാരം. ഞാൻ ഒരു വണ്ടി മേടിച്ചു. ഞാനെന്നല്ല, കേരളത്തിലെ ഓരോ മലയാളികളും മഴയത്ത് ബൈക്കിൽ പോകുന്നത് അപകടമാണല്ലോ എന്ന് വിചാരിച്ച് ഓരോ മലയാളിയും ഓരോ വണ്ടി അങ്ങോട്ട് വാങ്ങി. ഇപ്പൊ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടന്റെ കയ്യിൽ മുഴുവൻ തേങ്ങ കിട്ടിയ അവസ്ഥയാണ്. ഈ വണ്ടി ഇതേപോലെ പറമ്പിലിട്ട് ഇനിയുള്ള കാലം 15 വർഷത്തെ ടാക്സ് ഒക്കെ ഞാൻ അടച്ചു ഓൾറെഡി. ഇനി ഈ പറമ്പിലിട്ട് ഇനി വണ്ടി ഓടിച്ച് ജീവിക്കേണ്ടി വരുമോ എന്നുള്ളതാണ് എല്ലാ മലയാളിയുടെയും സംശയം. സംസ്ഥാന സർക്കാർ പണിത കേരളത്തിലെ റോഡ് വളരെ ശോചനീയാവസ്ഥമാണ്. അതുകൊണ്ട് ഇവിടെ ഷോക്കൊക്കെ കുലിക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതുണ്ട. അപ്പൊ ടോള് കൊടുത്തു പോകാമെന്ന് വിചാരിച്ച റോഡിന്റെ അവസ്ഥ ഇതിലും മോശമാണ്. സംസ്ഥാന സർക്കാർ പണിത റോഡാണെങ്കിൽ കുണ്ടും കുഴിയും ചാടുമെന്നേ ഉണ്ടായുള്ളൂ. കേന്ദ്ര സർക്കാർ പണിത റോഡാണെങ്കിൽ ഇപ്പൊ എപ്പോഴാണ് ആ പാലം ഇടിഞ്ഞ് തലയിലോട്ട് വീഴുന്നേ എന്നാണ് നോക്കേണ്ടത്. ഇന്നിപ്പോ കണ്ടില്ലേ, മലപ്പുറത്ത് പണി കഴിച്ച് ആ പാലത്തിൽ കൂടെ പോയ വണ്ടിയും സർവീസ് റോഡിലൂടെ പോയ വണ്ടികളുടെ ദേഹത്തൊക്കെ ആയിട്ട് ഇന്നാണ് പാലം അങ്ങോട്ട് ഇടിഞ്ഞു വീണത്. ഭാഗ്യത്തിന് വണ്ടികളുടെ ക്വാളിറ്റി ഒക്കെ പരിശോധിച്ച് 5 സ്റ്റാറും 4 സ്റ്റാറൊക്കെ കിട്ടിയതുകൊണ്ട് അതിനകത്തിരുന്ന യാത്രക്കാർക്കൊന്നും പറ്റിയില്ല എന്നുള്ളത് മാത്രമാണ് ഗുണം. ഇതാണ് കേരളത്തിന്റെ അവസ്ഥ. എന്തായാലും ഇങ്ങനെയൊക്കെ റോഡുകൾ പണിത കരാറുകാരനെ കരിമ്പട്ടികപ്പെടുത്തുമോ ഇല്ലയോ എന്നുള്ളത് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും കാശ് മേടിച്ച് തീർക്കുമോ അതോ കരിമ്പട്ടികപ്പെടുത്തുമോ എന്ന് കാത്തിരുന്ന് കാണാം. എന്തായാലും കരിമ്പട്ടികപ്പെടുത്തിയാൽ ഇനി മറ്റു കരാറുകാരെ കൂട്ടുപിടിച്ച്, പണ്ട് നമ്മുടെ എറണാകുളത്ത് KSRTC ബസ് സ്റ്റാൻഡിന്റെ സമീപത്തുള്ള ഒരു പാലം പ്രമുഖ കരാറുകാരൻ ടെൻഡർ എടുത്തു. അപ്പോ ഒരു ഒറ്റക്ക് പണിയാൻ സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ട് വേറൊരു കരാറുകാരനെ കൂട്ടുപിടിച്ച് അവർ പണിത് പാലം കൃത്യമായിട്ട് പണിയുകയും പാലത്തിന്റെ ഇപ്പുറത്തുള്ള ജനങ്ങൾക്ക് നടന്നു പോകേണ്ട ആ കൽവരി അല്ലെങ്കിൽ ആ നടപ്പാത, ആ സ്റ്റെപ്പ് ഇങ്ങനെ ഇത്തിരി അങ്ങോട്ട് മാറി അങ്ങോട്ട് ഇരുന്നു. അത്രേ ഉള്ളൂ കുഴപ്പം. വേറെ കുഴപ്പമൊന്നും സംഭവിച്ചില്ല. പക്ഷെ അങ്ങനെയും ഒതുക്കി തീർത്തു. പരാതി കൊടുത്തു. പരാതിക്ക് യാതൊരു നടപടികളും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടായില്ല. അപ്പോ ഇവരെല്ലാവരും തമ്മിലൊരു ധാരണപ്പുറത്താണ് ഈ പോകുന്നത് എന്ന് പറഞ്ഞ പോലെ ഈ പാലം ഇടിഞ്ഞു വീണ സാഹചര്യത്തിലും ഇതിപ്പോ സംസ്ഥാന സർക്കാരിന്റെ പാതയല്ലല്ലോ, കേന്ദ്ര സർക്കാരിന്റെ പാത ആയതുകൊണ്ട് ഇതും ഒതുക്കി തീർക്കുമോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.